എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീട് എന്ന് പറയുന്നത് സമാധാനവും സന്തോഷവും ഒക്കെ നൽകുന്ന ഒരു സ്ഥലമായിരിക്കും. തിരക്കു പിടിച്ച നമ്മുടെ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ, ജീവിതത്തിനിടയിൽ കുറച്ചു നേരമെങ്കിലും വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളിൽ കൂടുതൽ പേരും. വീട് എന്നത് നമുക്ക് താമസിക്കാൻ മാത്രമായിട്ടുള്ളൊരു സ്ഥലമല്ല, മറിച്ച് നമുക്ക് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ്. അതുപോലെ തന്നെ വാസ്തുപരമായി ദോഷങ്ങളില്ലാത്ത വീട് നമുക്ക് സമാധാനവും സമ്പത്തും പ്രദാനം ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയിലെ വിവരങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ നിങ്ങൾ ദയവായി ഷെയർ ചെയ്യുക. ആദ്യം തന്നെ നമ്മുടെ വീട്ടിലെ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കാനായി ചെയ്യേണ്ട ആദ്യത്തെ കാര്യമാണ് വീട്ടിൽ സൂര്യമുഖം സ്ഥാപിക്കുക എന്നത്. ചെമ്പിലോ പിത്തളയിലോ മറ്റും നിർമ്മിച്ചിട്ടുള്ള സൂര്യമുഖം വീട്ടിൽ സ്ഥാപിക്കുന്നത് സകല ദോഷങ്ങളെയും നീക്കം ചെയ്യാനും ഐശ്വര്യം കൊണ്ടുവരാനും സഹായിക്കും. സൂര്യമുഖം വാങ്ങിയതിന് ശേഷം നേരിട്ട് അത് വീട്ടിൽ സ്ഥാപിക്കാതെ അമ്പലങ്ങളിൽ, ഏതെങ്കിലും ശക്തിയുള്ള ക്ഷേത്രങ്ങളിൽ, ഭദ്രകാളി ക്ഷേത്രത്തിലോ മുത്തപ്പൻ ക്ഷേത്രത്തിലോ കൊടുത്ത് പൂജിച്ച ശേഷം കൊണ്ടുവന്ന് വീട്ടിൽ സ്ഥാപിക്കുന്നത് കൂടുതൽ ഫലം ചെയ്യും. ഈ ഒരു സൂര്യമുഖം വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലോ അതല്ലെങ്കിൽ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് സ്ഥാപിക്കാവുന്നതാണ്. വഴിപോക്കരും അയൽക്കാരും കാണുന്ന രീതിയിൽ വേണം ഇത് സ്ഥാപിക്കാൻ. ഇത് നെഗറ്റീവ് ഊർജത്തെ തടയുകയും നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ദോഷത്തെ തിരിച്ചയക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് അയൽക്കാരും മറ്റും കാണുന്ന രീതിയിൽ തന്നെ ഇത് സ്ഥാപിക്കാൻ പറയുന്നത്. മറ്റുള്ളവരുടെ കണ്ണുദോഷം അഥവാ ദൃഷ്ടിദോഷം, ശാപം, നെഗറ്റീവ് ഊർജം എന്നിവ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ ഇത് ഉത്തമമാണ്. ഇനി അടുത്തതായി ഐശ്വര്യം നമ്മുടെ വീട്ടിലേക്ക് വന്നു ചേരാൻ, സമ്പത്തും സൗഭാഗ്യവും നമ്മുടെ വീട്ടിലെത്താൻ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി അടുത്തതായി പറയാൻ പോകുന്നത്. ഈ ഒരു ചെടി ഇല്ലാത്ത വീടുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചെടി നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. അതാണ് മൈലാഞ്ചി ചെടി. വീടിൻ്റെ തെക്കുകിഴക്കേ മൂലയിലോ അല്ലെങ്കിൽ തെക്കു വശത്തോ മൈലാഞ്ചി ചെടി നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്. പണ്ടൊക്കെ എല്ലാ വീടുകളിലും മൈലാഞ്ചി ചെടി ഉണ്ടാവുന്നതാണ്. ഇപ്പോഴൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ചെടികളും അതുപോലെ തന്നെ പല വെറൈറ്റികളിലുള്ള ചെടികൾ നട്ടുവളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മൾ ഒരിക്കലെങ്കിലും ഈ ഒരു മൈലാഞ്ചി ചെടി നമ്മുടെ വീടിൻ്റെ അതിരിനോട് ചേർന്ന് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അത് സമ്പത്ത്, സൗഭാഗ്യം വന്നു ചേരാൻ വേണ്ടി സഹായിക്കും. നമ്മുടെ വീടിൻ്റെ അതിരിനോട് ചേർന്ന് വേണം ഈ ഒരു മൈലാഞ്ചി ചെടി നടാൻ. മഹാലക്ഷ്മി പ്രീതിക്കും ഐശ്വര്യത്തിനും ഇത് ഉത്തമമാണ്. തെക്ക് കിഴക്ക് ഭാഗം മഹാലക്ഷ്മിയുടെ ദിശയായിട്ടാണ് കരുതപ്പെടുന്നത്. അവിടെ ഈ ചെടി വളർത്തുന്നത് ഐശ്വര്യദായകമാണ്. വീടിൻ്റെ അതിരിനോട് ഇത് നട്ടുപിടിപ്പിക്കുന്നത് വഴി അയൽക്കാരുമായുള്ള തർക്കങ്ങൾ മാറാനും വീടിന് ചുറ്റും ഒരു പോസിറ്റീവ് വലയം സൃഷ്ടിക്കാനും സഹായിക്കുന്നു. ഇനി അടുത്തതായി നമുക്ക് വീടിനുള്ളിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ വീടിൻ്റെ ഹാളിൽ അല്ലെങ്കിൽ സ്വീകരണ മുറിയിൽ ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളം എടുത്തതിന് ശേഷം അതിൽ ഒരു ചെറുനാരങ്ങ ഇട്ടുവെക്കുക. വീട്ടിലേക്ക് വരുന്നവരുടെ ദൃഷ്ടി പതിക്കുന്ന രീതിയിൽ വേണം ഇത് വെക്കാനായിട്ട്. അതിഥികൾക്കും പുറത്തുനിന്ന് നോക്കുന്നവർക്കും വ്യക്തമായി കാണാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം ഇത് വെക്കേണ്ടത്. 3 മുതൽ 5 ദിവസം വരെ ഇത് നമുക്ക് വെക്കാം. അതിനുശേഷം വെള്ളവും നാരങ്ങയും മാറ്റണം. ഇത് ഒരു മന്ദത മാറാൻ സഹായിക്കും. ഈ എടുത്തു മാറ്റുന്ന പഴയ നാരങ്ങ വീട്ടുമുറ്റത്തോ പരിസരത്തോ ഇടാതെ ദൂരെ കളയുക. ഇത് വീട്ടിലെ തളം കെട്ടി നിൽക്കുന്ന നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കുന്നു. അതുവഴി നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്നു. ഇനി അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് വീടിൻ്റെ വാതിലിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. നമ്മുടെ വീടിൻ്റെ പൂമുഖ വാതിലിൽ, അതായത് പ്രധാന വാതിലിൽ മഞ്ഞളും കുങ്കുമവും ഉപയോഗിച്ച് ഓം എന്ന ചിഹ്നമോ അല്ലെങ്കിൽ സ്വസ്തിക ചിഹ്നമോ വരയ്ക്കുക.
ഇത് മഞ്ഞളും കുങ്കുമവും ചാലിച്ച് വേണം ചെയ്യാൻ. മഹാലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് വീടിൻ്റെ പ്രധാന വാതിലിൽ കൂടിയാണ്. ഇവിടെ ഈ ഒരു ചിഹ്നം വരയ്ക്കുന്നതിലൂടെ വീട്ടിലേക്ക് വലിയൊരു ഐശ്വര്യം കൊണ്ടുവരാൻ സഹായിക്കും. വീടിൻ്റെ ഐശ്വര്യം പടികടന്നു പോകാതിരിക്കാനും പുറത്തു നിന്നുള്ള ദോഷങ്ങൾ അകത്തേക്ക് വരാതിരിക്കാനും ഇത് സഹായിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ചിഹ്നം വരയ്ക്കാവുന്നതാണ്. വലുതായിട്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുളിച്ച് ശുദ്ധിയോടെ മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്തതായി നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യം, ഇത് പ്രധാനമായും സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. വീട്ടിലെ സ്ത്രീകളുടെ ഉയർച്ചയും ഗുണവും വർദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അടുക്കള വാതിൽ തുറന്നിറങ്ങുന്ന ഭാഗത്ത് ഒരു ചട്ടിയിൽ പനിക്കൂർക്ക നട്ടു വളർത്തുക. ഒട്ടുമിക്ക വീടുകളിലും പനിക്കൂർക്ക ചെടി ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അത് നമ്മുടെ അടുക്കള വാതിൽ തുറന്നിറങ്ങുന്ന ഭാഗത്ത് ഒരു ചെടിച്ചട്ടിയിൽ നടുന്നത് ഉത്തമമാണ്. പൊതുവേ ചെടികളെല്ലാം നട്ട് പരിപാലിക്കുന്നത് വീട്ടിലെ സ്ത്രീജനങ്ങൾ തന്നെയായിരിക്കും അല്ലേ? ഈ ഒരു പനിക്കൂർക്ക ചെടി നടുന്നതും നനയ്ക്കുന്നതും പരിപാലിക്കുന്നതും ആ വീട്ടിലെ സ്ത്രീകൾ തന്നെയായിരിക്കണം. ഇത് സ്ത്രീകൾക്ക് ശാരീരികവും മാനസികവുമായ ഊർജം നൽകുന്നു. അതുപോലെ ഈ ചെടിച്ചട്ടിയിൽ നടുന്ന പനിക്കൂർക്കയില അല്പം പൊക്കമുള്ള സ്ഥലത്ത് കുറച്ച് ഉയരത്തിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, അങ്ങനെ വയ്ക്കുന്നത് കൂടുതൽ ഗുണകരമാണ്. ഒരു വീട്ടിലെ പ്രധാന നെടും തൂണുകളാണ് സ്ത്രീജനങ്ങൾ. സ്ത്രീകളുടെ സന്തോഷവും സമാധാനവും ആണ് ഒരു വീടിനെ സന്തോഷത്തോടു കൂടിയും ഐശ്വര്യത്തോടു കൂടിയും നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ സന്തോഷവും വീടുകളിൽ ഐശ്വര്യം വന്നു ചേരാൻ സഹായിക്കും. ഇനി അടുത്തതായി നമ്മുടെ വീട്ടിൽ ഐശ്വര്യം സമ്പത്ത് വന്നു ചേരാൻ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ വീട്ടിൽ ഓട്ടുരുളി ഉണ്ടാവുമല്ലോ. വലിയതൊന്നും വേണ്ട, ചെറിയൊരു ഓട്ടുരുളി മതി. നമ്മുടെ കൈക്കുമ്പിളിൽ ഉള്ള രീതിയിലുള്ള അത്രയും വലുപ്പത്തിലുള്ള ഓട്ടുരുളി മതിയാവും. അതിൽ ജലവും പൂക്കളും തുളസിക്കതിരും എടുത്തു വയ്ക്കുക. അതായത് വീടിൻ്റെ വടക്കു കിഴക്കേ മൂലയിൽ, അതിന് ഈശാനകോൺ എന്നാണ് പറയുന്നത്, ഒരു ചെറിയ ഓട്ടുരുളിയിൽ വെള്ളം നിറച്ച് പൂക്കളോ തുളസിക്കതിരോ ഇട്ട് വയ്ക്കുക. ഈ ഒരു ഓട്ടുരുളിയിൽ ചുവന്ന പൂക്കൾ ഇടുന്നതായിരിക്കും ഉത്തമം. ചെമ്പരത്തിപ്പൂവ്, ചെത്തിപ്പൂവ് തുടങ്ങിയ ചുവന്ന പൂക്കൾ. ഇത് നിത്യവും ചെയ്യുന്നത് വീട്ടിൽ സന്തോഷം നിറയാനും സങ്കടങ്ങൾ മാറാനും സഹായിക്കും. ഈ പൂക്കളുടെ കൂടെ തുളസിക്കതിർ കൂടി ഇടുന്നത് ശുദ്ധി നൽകുന്നു. വീടിൻ്റെ ഈശാന കോണിൽ ഇത് വയ്ക്കുന്നത് ദേവീദേവ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുള്ള 6 കാര്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യവും സമാധാനവും സമ്പത്തും വീട്ടിലേക്ക് കടന്നു വരാൻ കൂടുതലായി സഹായിക്കുന്നു. ഈ 6 കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് 100% ഫലമായിരിക്കും ഉണ്ടാവുക. ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും ഈ 6 കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നിച്ച് ചെയ്യാൻ സാധിക്കാത്തവർക്ക് തങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് അനുയോജ്യമായ ഏതെങ്കിലും 2 കാര്യങ്ങൾ തിരഞ്ഞെടുക്കാം. ഇത് ചെയ്യുമ്പോൾ വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക. തമാശയ്ക്ക് വേണ്ടി നമ്മൾ ഒരു കാര്യവും, വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടാവുന്നില്ല. പൂർണ്ണ വിശ്വാസത്തോടു കൂടി, പോസിറ്റീവ് എനർജിയോടുകൂടി നമുക്ക് ഇതിന് ഫലം ഉണ്ടാകും എന്ന വിശ്വാസത്തിൽ മാത്രം ഈ ഒരു കർമ്മം നിർവഹിക്കുക. ഈ കാര്യങ്ങൾ നമ്മൾ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ ജീവിതത്തിൽ സമാധാനവും സാമ്പത്തിക ഭദ്രതയും ഉറപ്പായും വന്നു ചേരുന്നതാണ്. ഒന്നുകൂടി പറയട്ടെ, വിശ്വാസത്തോടു കൂടി മാത്രം നിങ്ങൾ ഈ കാര്യങ്ങൾ നിർവഹിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 100% ഫലം ലഭിക്കുകയുള്ളൂ. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം നൽകുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യാനും ശ്രമിക്കണം. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി, നമസ്കാരം.